യുവാക്കളെ വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ നടൻ മണിയൻപിള്ള രാജു അറസ്റ്റിൽ. അപകടം രാത്രി തിരുവനന്തപുരം വഴുതക്കാട്. ഭയം കാരണമാണ് വാഹനം നിർത്താതിരുന്നതെന്ന് വിശദീകരണം. വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തെന്ന് പരാതി. ആക്രമണം ഗുണ്ടാ പിരിവ് നൽകാത്തതിനാൽ. കാപ്പ കേസ് പ്രതി മരണസുബിനും 3 കൂട്ടാളികളും അറസ്റ്റിൽ. കിളിമാനൂരിൽ യുവതിയുടെ കൈ വെട്ടിയ അമ്മാവൻ. ഗുരുതരാവസ്ഥയിൽ യുവതി മെഡിക്കൽ കോളേജിൽ. അമ്മാവൻ മണിക്കുട്ടൻ ഒളിവിൽ. CJ റോയിയുടെ ആത്മഹത്യയിൽ ദുബായിലേക്കും കേരളത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാൻ SIT. റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും കേരളത്തിലെ വിവിധ പദ്ധതികളും പരിശോധിക്കുന്നു. റോയിയുടെ കോൾ റെക്കോർഡ് ശേഖരിച്ചു. 20 പേരുടെ മൊഴി രേഖപ്പെടുത്തി. ജോസഫ് വിഭാഗത്തെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്ത് ജോസ് കെ മാണി. UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ്. തയ്യാറായി വന്നാൽ ജോസഫ് ഗ്രൂപ്പിന് സംരക്ഷണം ഒരുക്കാമെന്നും ജോസ് കെ മാണി. ജോസ് കെ മാണി നയിക്കുന്ന LDF മധ്യമേഖല വികസന മുന്നേറ്റ ജാഥ ഇന്നു മുതൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയിൽ തിരുത്തലുണ്ടാകുമെന്ന് ബിനോയ് വിശ്വം. പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുകയും തിരുത്തേണ്ടവയെ തിരുത്തുകയും ചെയ്യും. ഇടതുപക്ഷം അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്കേ പറ്റൂ. ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടെടുക്കണമെന്നും CPI സംസ്ഥാന സെക്രട്ടറി ന്യൂസ് 18നോട്. കണ്ണൂർ രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ വിശദീകരണം നൽകാൻ CPM. ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും. ധനരാജ് രക്തസാക്ഷി ഫണ്ടിലെ കണക്കുകൾ അവതരിപ്പിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ UDF. പ്രതിപക്ഷ നേതാവിന്റെ യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് കുമ്പളയിൽ തുടക്കം. കേരളത്തെ വീണ്ടെടുക്കണം എന്ന മുദ്രാവാക്യവുമായി 1 മാസം നീളുന്ന സംസ്ഥാന പര്യടനം. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ അല്പസമയത്തിനകമെത്തും. നികുതി വെട്ടിപ്പ് നടൻ വിജയ്ക്ക് തിരിച്ചടി. ആദായ നികുതി വകുപ്പ് ചുമത്തിയ 1.5 കോടി രൂപയുടെ പിഴ മദ്രാസ് ഹൈക്കോടതി ശരിവെച്ചു. വിജയ് നൽകിയ ഹർജി കോടതി തള്ളി. പിഴ ചുമത്തിയത് 2015-16 സാമ്പത്തിക വർഷത്തിൽ 15 കോടി രൂപയുടെ അധിക വരുമാനം വെളിപ്പെടുത്തിയില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന്. അണ്ടർ-19 ലോകകപ്പിൽ 6ാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് എതിരാളികൾ. ടോസ് നേടിയ ഇന്ത്യ ബാറ്റ് ചെയ്യും.